Hi friends, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് നമ്മൾ കേക്ക് ടിന്നിനെ എങ്ങനെ ബട്ടർ പേപ്പർ ഉണ്ടാക്കും, കേക്ക് ടിന്ന് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കേക്ക് ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്, 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇത് അധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് പേപ്പർ എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് A4 ഷീറ്റാണ്. നിങ്ങൾക്ക് A4 ഷീറ്റ് തന്നെ എടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. ഇഷ്ടമുള്ളൊരു പേപ്പർ എടുക്കാം. അതൊരു പ്ലെയിൻ പേപ്പർ ആയിരിക്കണം, ഒരു വൈറ്റ് ഷീറ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നിൻ്റെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെൻസിൽ എടുത്തിട്ട് ആ കേക്ക് ടിന്നിൻ്റെ കറക്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അതൊന്ന് പുറത്തുകൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വൈറ്റ് ഷീറ്റ് എടുത്ത് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞത്. എന്നിട്ട് ആ റൗണ്ട് സർക്കിൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ടിന്ന് എടുത്തിട്ട് ഈ സർക്കിൾ കേക്ക് ടിന്നിനകത്ത് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സക്സസ്. കറക്റ്റായി, നമ്മുടെ സക്സസ് ആയി. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഒന്നല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, ഇതിലേതെങ്കിലും ഒന്ന് വേണ്ടിയിട്ട് എടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കരുത്. എന്നിട്ട് നമുക്ക് ഈ സർക്കിളിൽ നമുക്കൊന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഓയിലൊന്ന് കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്യുക, അതായിരിക്കും നല്ലത്. കാരണം കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, ഒരേപോലെ എല്ലാ ഭാഗത്തും കിട്ടും. അല്ല, നിങ്ങളിൽ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, കൈവച്ച് അങ്ങോട്ട് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. ബഴുക്കൊക്കെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനാണ് ഞങ്ങൾ അടിയിൽ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് ചെയ്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനി ബട്ടർ പേപ്പർ ഇല്ല, കേക്ക് ടിന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക ബ്രഷ് ഇല്ല എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ കേക്ക് ഉണ്ടാക്കാതിരിക്കരുത്. എളുപ്പമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കേക്ക് ടിന്നില്ലാണ്ട് നിങ്ങൾക്ക് ചില പാത്രങ്ങൾ വെച്ചിട്ടും ചെയ്യാം അതുപോലെയുള്ളത്. അതുപോലെ ഗ്രേസ് ചെയ്തൊന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ബട്ടർ ടിൻ വെക്കുമ്പോൾ താഴത്ത് ബട്ടർ പേപ്പറും അതിൻ്റെ സൈഡിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും കിട്ടാൻ. ഈ ഗ്രീസ് ചെയ്യാന്ന് പറയുന്നത് ഈ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ഒന്ന് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുക, അതിനൊക്കെയാണ് പറയുന്നത്. സിമ്പിളാണ്. ഒന്ന് സിമ്പിളായിട്ട് കാര്യങ്ങൾ, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ബട്ടർ പേപ്പർ ഉണ്ടാക്കലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് ബട്ടർ പേപ്പർ ഇല്ല, വീട്ടിലില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട. ഇതുപോലെ ഇങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ടിന്നിൻ്റെ അടിയിലൊന്ന് കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ടിട്ട് വെക്കാൻ. അപ്പോൾ ആ ഷീറ്റ് കറക്റ്റ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ വിട്ടുപോരാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊന്ന് അകത്തൊന്ന് വെറുതെ ഒന്നും കൂടി ഒന്ന് മൊത്തത്തിൽ ഗ്രീസ് ചെയ്യാം. അതുപോലെ അതിൻ്റെ സൈഡും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിക്കാനുള്ള ടിൻ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കി ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ.